ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് SCERT-യിലെ ഭൗതിക ശാസ്ത്രത്തിലെ ചില ചോദ്യോത്തരങ്ങളാണ്. SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC-യിൽ ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളിലൊക്കെ SCERT-ന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കണേ. ഭൗതിക ശാസ്ത്രത്തിലെ ചില ചോദ്യോത്തരങ്ങൾ നോക്കാം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളോ അർദ്ധധാര്യ വസ്തുക്കൾ എന്നറിയപ്പെടുന്നു. ഇത് മൂന്നും ക്ലിയർ ആയോ? നിഴൽ ഉണ്ടാക്കാൻ കഴിയുന്നത് അധാര്യ വസ്തുക്കൾക്ക്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്നു. ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം LPG, CNG, ഹൈഡ്രജൻ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ. വസ്തുക്കൾ കത്തുന്നതിന് വായു ആവശ്യമാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനം കൽക്കരി. എന്താണ് കൽക്കരി? വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനമാണ് പെട്രോളിയം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. അതിന് ഉദാഹരണം സൗരോർജം, കാറ്റ്, തിരമാല. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനം അറിയപ്പെടുന്നത് സോളാർ സെൽ. എന്താണ് സോളാർ സെൽ? ദേശീയ ഊർജ സംരക്ഷണ നിയമം ഡിസംബർ 14. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. എന്താണ് ഉത്തോലകങ്ങൾ? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു അറിയപ്പെടുന്നത് ധാരം. ഉത്തോലകത്തെ നാം ഉപയോഗിക്കുന്ന ബലം യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശം അറിയപ്പെടുന്നത് ബഹിരാകാശം. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം 1961 ഏപ്രിൽ 12. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ 10. ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? ആര്യഭട്ട. 1975 റിപ്പീറ്റഡ് ചോദ്യമാണ്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958. ചാന്ദ്രദിനം ജൂലൈ 21. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഇൻസാറ്റുകൾ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന ഇന്ത്യൻ വനിതയും സുനിത വില്യംസ് ആണ്. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയത് 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികൾ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിൻ. ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ വാഹനം അപ്പോളോ 11. ഏതാണ് അപ്പോളോ 11? ആദ്യ ചന്ദ്രയാത്രയ്ക്കിടയിൽ വാഹനത്തെ നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ്. വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് യാന്ത്രികോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജം. വസ്തുക്കൾക്ക് അവസ്ഥാമാറ്റം ഉണ്ടാകാൻ കാരണം മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാനമാറ്റം ഉണ്ടാകും. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ
പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ജനറേറ്റർ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണം. വൃത്താകാര പാതയിലുള്ള ചലനം വർത്തുള ചലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് അറിയപ്പെടുന്നത് ദോലനം. ദോലന ചലനത്തിന് ഉദാഹരണം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം, ആട്ടുകട്ടിൽ, വീണ കമ്പി. ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്നത് കമ്പനം. ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ആരാണ്? കോൺവാലിസ് പ്രഭു. നീലം കർഷക കലാപം നടന്ന സ്ഥലം ബംഗാൾ. വർഷം 1859. മാപ്പിള കലാപ സമയത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് കനോലി. മലബാർ കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ദു കാനു. സാന്താൾ കലാപം നടന്ന വർഷം 1855. കുറിച്യ കലാപം നടന്ന സ്ഥലം വയനാട്. വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് രാമൻ നമ്പി. കുറിച്യ കലാപ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ TH ബേബർ. ആരാണ്? TH ബേബർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. എവിടെയാണ്? മീററ്റ്. 1857 കലാപം ഉണ്ടാക്കാനിടയായ കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം 1857 കലാപം. 1857 വിപ്ലവ നേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. ഡൽഹിയിലെ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് ഭരിച്ചത്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി. ലക്നൗ അവധ് ആരാണ്? വിപ്ലവ നേതാവ് ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരില് നാനാ സാഹിബ് താന്തിയ തോപ്പിയും. ഫൈസാബാദില് വിപ്ലവ നേതാവ് ആരാണ്? മൗലവി അഹമ്മദുള്ള. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാം. INC രൂപീകരിച്ചത് 1885 ഡിസംബറിൽ ബോംബെയിലാണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാ? 72. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. റിപ്പീറ്റഡ് ചോദ്യമാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ബംഗാൾ വിഭജനം നടത്തിയത് കേസൻ പ്രഭു. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നത് ദേശീയത. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നത് ദേശീയത. കൽക്കട്ട മദ്രസ എന്ന സ്ഥാപനം സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതോ? ജോനാഥൻ ഡങ്കൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതാരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡ് 1864. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. ബംഗാളി വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ.
വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ്. ഹിതകാരുണ്യ സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ. സ്വദേശാഭിമാനി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ഇതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ അമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ. വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. ഭാരതമാത എന്ന ജലഛായാചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സതി, ഗ്രാമീണ ചണ്ടക്കാരൻ എന്നിവ വരച്ചത് നന്ദലാൽ ബോസ്. ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8. 8 താമരകൾ പ്രതിനിധീകരിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം. ബംഗാളിലെ നീല കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ ഏതൊക്കെയാ? സമ്പദ് കൗമുദി, മിറാത്ത് ഉൾ അക്ബർ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 1837 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതി അല്ലെങ്കിൽ നയീം താലി എന്നും പറയും. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സാം ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സാം തരുന്നതായിരിക്കും. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.